യേശുവിൻ്റെ തിരുരക്തത്തിൽ കഴുകപ്പെട്ട് അവിടുത്തെ പീഡാനുഭവങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, എല്ലാവർക്കും നോമ്പുകാലത്തിൻ്റെ കൃപകളും നന്മകളും പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ധ്യാനവിചിന്തനത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. ഗെത്സമനയിൽ ഈശോ പ്രാർത്ഥിക്കുന്നതിൻ്റെ ചിത്രമാണ് നമ്മളവിടെ കാണുക. നമുക്കറിയാം, ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ആത്മയുദ്ധങ്ങളും മാനസിക സംഘർഷങ്ങളും മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളും ഒരു മനുഷ്യൻ്റെ രീതിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പത്രോസ് ഗുരുവിനെ നിഷേധിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നതിൻ്റെ അവസ്ഥ, പടയാളികൾ വന്ന് തന്നെ ബന്ധനസ്ഥനാക്കി പല രാജാക്കന്മാരുടെയും പല രാജകൊട്ടാരങ്ങളിലും ചെന്ന് നിഷ്കളങ്കനായി നിശബ്ദനായി നിൽക്കേണ്ട, കുറ്റക്കാരനായി നിൽക്കേണ്ട അവസ്ഥ, ഏറ്റെടുക്കേണ്ടി വരുന്ന ശാരീരികമായിട്ടുള്ള വേദനകളും മാനസികമായിട്ടുള്ള പീഡകളും ആത്മീയമായിട്ടുള്ള സംഘർഷങ്ങളും എല്ലാം ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഈശോ ഗെത്സമേൻ തോട്ടത്തിലേക്ക് വരിക. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാവുന്നതിൽ കൂടുതൽ വലിയ ഒരു ആത്മസംഘർഷത്തിലായതുകൊണ്ടാണ് ഈശോ തീവ്രവേദനയാൽ രക്തം വിയർത്ത് എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സഹനത്തിൻ്റെ നടുവിൽ നിന്നും ദൈവത്തിൻ്റെ പുത്രൻ്റെ പ്രാർത്ഥന നമുക്കൊരു വലിയൊരു മാതൃകയായിട്ട് ഈശോ കാണിച്ചു തരികയാണ്. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ 42-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴേക്കും ഈശോയുടെ പ്രാർത്ഥന എന്താണ്? എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഒരു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ലോകത്തിൻ്റെ വഴികളിലേക്കും സ്വന്തം ഹിതങ്ങളിലേക്കും പോകാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷയിൽ വീഴാതിരിക്കാൻ ദൈവം എനിക്ക് വേണ്ടി മെനഞ്ഞിരിക്കുന്ന ദൈവഹിതത്തിന് തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് പോകുവാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ്, അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ നമ്മോട് പറയുകയാണ്. ഇവിടെ വേദനകളുടെ നടുവിൽ ഈശോയുടെ പ്രാർത്ഥനാ രീതി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന്, വേദനയിലിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ആധ്യാത്മികമായ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കൗദാശിക ജീവിതങ്ങളിലെല്ലാം മുന്നേറി കഴിയുമ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വേദനകളും കുരിശുകളും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായി, നമ്മുടെ പ്ലാനുകൾക്കും പദ്ധതികൾക്കും വിരുദ്ധമായി സഹനങ്ങളും വേദനകളും തകർച്ചകളും വരുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടിയുള്ള വലിയൊരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പല ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണരാറുണ്ട്. ദൈവമുണ്ടോ? ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ഇനിയും പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താണ് ഫലമുണ്ടാവുക? എന്തിനാണ് പള്ളിയിൽ പോവുക? എന്തിനാണ് കൂദാശ ജീവിതം നയിക്കുക? എന്തിനാണ് നോമ്പെടുക്കുക? ഇതെല്ലാം വെറുതെയല്ലേ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിൽ നിന്നും ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും ഹിതത്തിലേക്ക് അല്ലെങ്കിൽ പദ്ധതിയിലേക്ക് വഴിയിലേക്ക് വഴുതിപ്പോകാൻ വേണ്ടിയുള്ള വലിയൊരു പ്രലോഭനമാണ് ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുക. ഈ ഒരു പ്രലോഭനത്തിന് നടുവിൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ, നീ ആശ്രയിച്ച് നിൽക്കുന്ന ദൈവം പോലും നിന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നാണ് ഈശോ പറയുക. തീവ്രതമായപ്പോൾ വളരെ തീക്ഷ്ണമായിട്ട് ഈശോ പ്രാർത്ഥിച്ചു. അതിനുശേഷം പറയുകയാണ്, ഈശോ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു എന്ന്. നമുക്കറിയാം, മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ നോമ്പുകാലത്ത് നമ്മൾ ഉപവസിക്കുന്നുണ്ട്, നമ്മൾ പരിത്യാഗങ്ങൾ നടത്തുന്നുണ്ട്, കൂടുതൽ ആശയടക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള വളർച്ചയിലുള്ളവരൊക്കെ ചിലപ്പോൾ യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ചാട്ടയടിക്കുകയും അതുപോലെ തന്നെ മെറ്റിൽ വിരിച്ചിട്ട് ആ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മുട്ടിന്മേൽ നടന്ന് കുരിശിൻ്റെ വഴി എത്തിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം യേശു മുട്ടിന്മേൽ വീണ് അല്ലെങ്കിൽ ശരീരത്തിൽ സഹനങ്ങൾ യേശുവിനെ പ്രതി ഏറ്റെടുത്ത് യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോ
നമ്മുടെ ജീവിതത്തിലും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്ലാനുകളും പദ്ധതികളും എല്ലാം തകർന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാതൃക നൽകുന്ന ഈശോയുടെ ഒരു ചിത്രമാണ് നമ്മൾ കാണുക. വേദനയുണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്ലാനുകളും പദ്ധതികളും തകർന്നു പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അതിലെല്ലാം ഉപരിയായിട്ട് ശരീരത്തിൽ യേശുവിനെ പോലെ വേദനകൾ ഏറ്റെടുത്ത്, പീഡകൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, കൈ കൂപ്പി പ്രാർത്ഥിക്കാറുണ്ട്, കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, മിറ്റിൽ വിരിച്ച് അതിനുമേൽ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. മുള്ളരിഞ്ഞാണം ധരിച്ചുകൊണ്ട് യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച്, തങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വെച്ച് ശരീരത്തിൽ യേശുവിൻ്റെയോട് ചേർത്ത്, പീഡകളോട് ചേർത്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ആശ്രയിച്ചു നിൽക്കുന്ന ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുമ്പോൾ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇനി കുർബാനയ്ക്ക് പോകണമോ? ഇനി ബൈബിൾ വായിച്ചിട്ട് എന്ത് കാര്യം? ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈശോ നമ്മളെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി വയ്ക്കുകയാണ്. നിന്റെ പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോൾ, നിന്റെ പ്ലാനുകളും പദ്ധതികളും ചിതറിപ്പോകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോകലല്ല, ദൈവത്തെ അപേക്ഷിച്ച് നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ ശൈലി. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഈശോയെ പോലെ ശരീരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു ചൈതന്യം ലഭിക്കാൻ വേണ്ടി ഈ നോമ്പ് കാലത്ത് നമുക്ക് തമ്പുരാനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ നീങ്ങുമ്പോൾ നിന്നോട് പല ചോദ്യങ്ങളും ചോദിക്കുവാൻ, നിന്നോട് മറുതലിച്ച് നിൽക്കുവാൻ, നിന്നിൽ നിന്ന് അകന്നു പോകാനുള്ള ഞങ്ങളുടെ പ്രവണതയിലേക്ക് നിന്റെ ആത്മാവിനെ അയക്കണമേ. നിന്നെപ്പോലെ കുരിശുകളുടെ നടുവിൽ ഉണർന്നിരുന്ന് തീഷ്ണതയോടെ സഹനങ്ങൾ ശരീരത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ശിരസ് നമിച്ച് തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സ്വർഗത്തിലുള്ള സകല വിശുദ്ധരുടെയും വളരെ പ്രത്യേകമായി നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി നമ്മുടെ തലമുറകളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിരിക്കട്ടെ.